എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി കൊഴുക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. ഇത് തയ്യാറാക്കുന്നത് പുട്ടുപൊടി കൊണ്ടാണ്. നല്ല ടേസ്റ്റ്, അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു കൊഴുക്കട്ടയാണിത്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യമേ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇത്തിരി അങ്ങ് നൈസായിട്ട് പൊടിയുണ്ട് കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇതേ രീതിയിൽ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുത്തത്. ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം ഇതിലോട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. 1 കപ്പ് പുട്ടുപൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം അളന്നെടുത്ത ആ കപ്പിലാണ് ഇതും അളന്നെടുത്തിരിക്കുന്നത്. പൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലെ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറയണം. നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന പാകത്തിന് ചൂടാവണം. ഇത് കുറച്ച് സമയം നമുക്കൊന്ന് വെച്ചേക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് തണുക്കും. ഇപ്പോൾ ഇതെല്ലാം ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടാം. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഈ വലിപ്പത്തിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം. മാവെല്ലാം ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്ത് വെച്ചു. ഇനി ഇത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു തട്ടും വെച്ച് കൊടുത്തു. ഇതുപോലൊരു വാഴയിലയും വെച്ചിട്ടുണ്ട്. വാഴയില ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിലോട്ട് കുറച്ച് തേങ്ങ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് തേങ്ങ ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കാം. തേങ്ങയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10-13 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 13 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. മാവ് നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കറികളൊന്നും ഇല്ലെങ്കിൽ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണിത്. പഞ്ചസാര ചേർത്ത് തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.